ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ക്യാബേജ് പക്കോടയാണ്. 4 മണിക്കൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് ക്യാബേജ് പക്കോട. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ക്യാബേജ് പക്കോട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 കപ്പ് ക്യാബേജ് കുറച്ച് നീളത്തിൽ അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ക്യാബേജ് എടുക്കുമ്പോൾ നന്നായിട്ട് ഫ്രഷ് ആയിട്ടുള്ള ക്യാബേജ് എടുക്കാൻ നോക്കുക. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില അരിഞ്ഞതും 1/2 കപ്പ് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തതിന് ശേഷം ഇതിൻ്റെ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈവച്ച് ഞെരടി ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഈ ക്യാബേജിലെയും സവാളയിലെയും നന്നായിട്ട് വെള്ളം ഇറങ്ങും. ആ ഒരു വെള്ളത്തിലാണ് നമ്മൾ ഈ ഒരു പക്കോടയ്ക്കകത്തുള്ള മാവ് മിക്സ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തിലേക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തിലേക്ക് പക്കോട തയ്യാറാക്കാനുള്ള മാവ് ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് കടലമാവാണ്. അതിനുശേഷം 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ പക്കോട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി, അപ്പോൾ എരിയൊക്കെ അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ പെരുംജീരകം, അതായത് വലിയ ജീരകവും ഒരല്പം ഒരു 2-3 നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യമേ ക്യാബേജൊക്കെ നന്നായിട്ട് ആ ഒരു ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തുകൊണ്ട് അതിൻ്റെ അകത്ത് നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാബേജൊക്കെ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാബേജ് എടുക്കുക. ഒത്തിരി വാടിയതാണെങ്കിൽ അതിൻ്റെ അകത്തിൽ ഈർപ്പമൊക്കെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഈർപ്പം കുറവാണെങ്കിൽ ഒരല്പം വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ട് മാത്രം മിക്സ് ചെയ്തെടുക്കുക. ഒത്തിരി ഒഴിക്കരുത്. അപ്പോൾ ഒത്തിരി വെള്ളമായി പോയി കഴിഞ്ഞാൽ ഇത് ബജിക്കുള്ള മാവ് പോലെ ആയിപ്പോവും. ഇതിപ്പോൾ നന്നായിട്ടെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഇനി കുറച്ച് മാവെടുത്ത് നമുക്ക് നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് മാവ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം നന്നായിട്ട് എണ്ണ ചൂടാക്കുക. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക. അപ്പം നമ്മൾ മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം അങ്ങനെ ഇളക്കാതെ ഇട്ടേക്കുക. ഒരു സൈഡ് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരുമ്പോൾ തിരിച്ചിട്ടിട്ട് 2 സൈഡ് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നിട വരെ നല്ല ക്രിസ്പി ആയിട്ട് വരും. അതുവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് പക്കോട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 4 മണിക്കൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ശരണ്യസ് റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്